നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് ഒരു ഭാഗ്യമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളൊരാളെടുത്ത് ഒരു പ്രോബ്ലം ഷെയർ ചെയ്യുന്നത് പലപ്പോഴും ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടൊന്നും ആയിരിക്കണം എന്നില്ല. നമ്മളെ കേൾക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടായിരിക്കും. നിങ്ങൾ സുധാമൂർത്തിയുടെ ഹൊറികല്ല് എന്ന് പറഞ്ഞിട്ടുള്ള കഥ വായിച്ചിട്ടുണ്ടോ? +1 +2 എന്ന് ഓർമ്മയില്ല. അങ്ങനെ ഒരു കഥ നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാനുണ്ടായിരുന്നു. അതിൽ അവർ ഹൊറികല്ലുവിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. പണ്ട് നമ്മൾ ദൂരയാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നടന്നിട്ടായിരുന്നു പോവുക. ആ സമയങ്ങളിൽ ആൾക്കാർ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഇരിപ്പിടമാണ് ഹൊറികല്ലു. ആ ഒരു ഇരിപ്പിടത്തെ അല്ലെങ്കിൽ ആ ഒരു ഇടത്തെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ആ കഥ മുന്നോട്ട് പോകുന്നത്. അതിൽ സുധാമൂർത്തിയുടെ മുത്തശ്ശൻ അവരുടെ അടുത്ത് വരുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി ചെന്നിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അദ്ദേഹം കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ പറയുന്നത് സമാധാനത്തോടെ കേട്ടിരിക്കുന്നു. അവർക്ക് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുന്നില്ല, അവർ ഉപദേശിക്കാനും നിൽക്കാറില്ല. പക്ഷെ അവർ പറയുന്നത് കേട്ടിരിക്കുന്നു. അപ്പം പലപ്പോഴും സുധാമൂർത്തി ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇവർ പറയുന്നത് കേട്ടിരിക്കുന്നതിന് വേണ്ടി മാത്രം അവരെന്തിനാണ് മുത്തശ്ശൻ്റെ അടുത്ത് വരുന്നതെന്ന്. പക്ഷേ ഇന്ന് ആ കഥ പഠിച്ചിട്ട് എനിക്ക് തോന്നുന്നു 4-5 കൊല്ലം കഴിഞ്ഞു. പക്ഷേ എനിക്കിപ്പോഴാണ് അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാവുന്നത്.